ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടനെ കളിയാക്കിയോ? എനിക്ക് തോന്നുന്നു കളിയാക്കിയെന്ന്. കാരണം മറ്റൊന്നുമല്ല, ലാലേട്ടന് ഇഷ്ടപ്പെട്ട കുറേ ടാസ്കുകളാണ് മത്സരാർത്ഥികളെ കൊണ്ട് ചെയ്യിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ള ഒരു ടാസ്ക്കാണ് ഭക്ഷണത്തിൻ്റെ ടാസ്ക്. അപ്പോൾ അതിൽ 4 ടീമുകളും വരുന്നു. ആദ്യം തന്നെ ടീം സെലക്ട് ചെയ്യാൻ പറയുന്നു. മത്സരാർത്ഥികൾ തന്നെയാണ് ടീം സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം അവർ തമ്മിലുള്ള മത്സരം ഡിസൈഡ് ചെയ്യാനായിട്ട് ഒരു ഡൈസ് ഇട്ട് നോക്കിയിട്ടാണ് അത് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ സെലക്ട് ചെയ്തതിന് ശേഷം അവർ തമ്മിൽ കളിക്കും. അപ്പോൾ യമ്മി അല്ലെങ്കിൽ യക്കി എന്നാണ് പറയേണ്ടത്. ഒരു ടീം ഭക്ഷണങ്ങൾ രുചിച്ച് നോക്കും. അവരുടെ എക്സ്പ്രഷൻ എന്താണെന്ന് നോക്കിയിട്ട് എതിർ ടീം അത് യമ്മിയാണോ യക്കിയാണോ എന്ന് പറയണം. അപ്പോൾ കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയിന്റ്, തെറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എതിർ ടീമിന് ഒരു പോയിന്റ്. അപ്പോൾ അങ്ങനെയായിരുന്നു ഈ ടാസ്ക് നിശ്ചയിച്ചിരുന്നത്. പക്ഷേ സെലക്ട് ചെയ്യാനായിട്ടുള്ള ഡൈസ് ആദ്യത്തെ പ്രാവശ്യം റനീഷ ഇടുന്നു. രണ്ടാമത്തെ പ്രാവശ്യം റനീഷ ഇടുമ്പോൾ ഡൈസ് പൊട്ടിപ്പോകുന്നുണ്ട്. അപ്പോഴാണ് എനിക്ക് തോന്നിയ ഈ കാര്യം. കാരണം ഇത്രയും ക്വാളിറ്റിയിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ബിഗ് ബോസ് ഷോ, അതിൽ 8ാമത്തെ സീസൺ, അതിൽ അഗ്നിപരീക്ഷ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററും കൂടി ആഡ് ചെയ്തു. അതിലെ മത്സരാർത്ഥികൾക്കായിട്ടുള്ള ടാസ്കുകൾ, ഇതിനു മുമ്പുള്ള പ്രോപ്പർട്ടീസ് ഒന്നും അങ്ങനെ തന്നെ അങ്ങനെ പൊട്ടിപ്പോയിട്ടില്ല. അപ്പോൾ മത്സരാർത്ഥികൾ ആവേശത്തിൽ പൊട്ടിച്ചു എന്നല്ലാതെ തന്നെ പൊട്ടിയിരുന്നില്ല. അപ്പോൾ ഇത്രയും ഒരു പ്രോപ്പർട്ടി, ഒരു ഡൈസ് എന്നുള്ള പ്രോപ്പർട്ടി എന്തായാലും താഴ്ത്തിടാനുള്ള പ്രോപ്പർട്ടിയാണത്. അതും ലാലേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടാസ്ക്കാണെന്ന് പറഞ്ഞ് കളിച്ച ഈ ടാസ്കിൽ ഈ ഡൈസ് കുറച്ചും കൂടി ശ്രദ്ധിക്കണമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. എന്തായാലും അത് താഴ്ത്തെറിയാൻ പോകുന്ന ഒരു വസ്തുവാണ്. അപ്പോൾ എറിഞ്ഞു കഴിഞ്ഞാൽ പൊട്ടില്ല എന്ന് ഉറപ്പ് വരുത്തുന്ന രീതിയിലുള്ള എന്തെങ്കിലും കൊണ്ട് വേണം അത് ഉണ്ടാക്കേണ്ടിയിരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഈ കളിയിലെ ഒരു പ്രോപ്പർട്ടിയുടെ ക്വാളിറ്റി നമുക്ക് ഒരു എന്തോ ഒരു കോംപ്രമൈസ് ചെയ്യുന്നുണ്ടോ ബിഗ് ബോസ് എന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ള ഒരു ഇൻസിഡൻ്റാണ് എനിക്കത് കണ്ടപ്പോൾ തോന്നിയത്. ഇനിയുള്ള ടാസ്കുകളിൽ ഇത് ആവർത്തിക്കാതിരിക്കാനായിട്ട് ബിഗ് ബോസ് ടീം ശ്രമിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയും. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ. താങ്ക് യു.